കുഞ്ഞിന് ആവശ്യമായത് വാങ്ങിക്കൊടുത്തത് ഞാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് കേൾക്കണം. റബ്ബനാ, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു ഇത് തന്നെയല്ലേ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പൊ അല്ലാഹ് പറഞ്ഞത് നിങ്ങൾ കേൾക്കണ്ടേ? ആലോചിക്കാം. നിങ്ങളുടെ മക്കള് നിങ്ങളാണ് വളർത്തുന്നത് എന്നതുകൊണ്ട് എന്റെ മോൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്റെ ഇഷ്ടം പോലെ വളരണമെന്നും അവരെ വളർത്തിക്കൊണ്ടുവരുന്നവൻ ഞാനാണ്. അതുകൊണ്ട് എന്റെ മക്കളോട്, എന്റെ മക്കൾക്ക് ഞങ്ങളോട് പ്രതിബദ്ധതയോ സ്നേഹമോ വേണമെന്ന് ഒരു ബാപ്പയോ ഉമ്മയോ ന്യായമായും കൊതിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? റബ്ബന എന്ന് പറഞ്ഞ പോലെ മക്കളെ ഞാൻ വളർത്തിയിട്ടുണ്ടല്ലോ. ഖുർആൻ പറഞ്ഞു, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. അത്ഭുതമാണ് ഖുർആനിന്റെ പ്രയോഗങ്ങൾ. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി, ഒരു മനുഷ്യനോട് അല്ലാഹു കൽപ്പിച്ചു, നിന്റെ ഉമ്മയെയും വാപ്പയെയും ശരിക്കു നോക്കണേ എന്ന്. മാതാപിതാക്കളുടെ കടമ ബാധ്യത അല്ല നമ്മുടെ വിഷയം. പക്ഷേ ഈ ദുആഇന്റെ അർത്ഥം കൊണ്ട് മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അല്ലാഹു മക്കളോട് കൽപ്പിച്ചു, മാതാപിതാക്കളെ നോക്കണം, നന്മ ചെയ്യണം വാപ്പാക്കുമെന്ന്. എന്താ അടുത്ത അല്ലാഹു പറയണത്? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ. ഒരുപാട് ക്ഷീണവും ത്യാഗവും പ്രയാസങ്ങളും സഹിച്ചിട്ടാണ് ഉമ്മ നിന്നെ ഗർഭം ചുമന്നത്. എന്നിട്ടോ ഹംലുഹു വഫിസാലുഹു, നിന്നെ ഗർഭം ചുമന്നത്, നിനക്ക് മുലയൂട്ടിയത്. ഉമ്മാന്റെ കഥയാ പറയണത്. അള്ളാഹു പറഞ്ഞതോ ഉമ്മയെയും വാപ്പയെയും നോക്കണം. പിന്നെ പറഞ്ഞത് ഉമ്മാന്റെ കഥയാണ്. അപ്പൊ എന്തേ വാപ്പാനെ പറയാഞ്ഞത് അള്ളാഹു ചാല? വാപ്പാനെ പറ്റി പറഞ്ഞിട്ടില്ല. മാതാപിതാക്കളെ നോക്കണമെന്ന് അള്ളാഹു മനുഷ്യനോട് വസിയ്യത്ത് ചെയ്തു. എന്നിട്ട് നിന്റെ ഉമ്മ ഒരുപാട് ക്ഷീണത്തിനു മേൽ ക്ഷീണമായിട്ടാണ് നിന്നെ ചുമന്നു കൊണ്ടുവന്നത്. ഗർഭമുള്ള പെണ്ണുങ്ങൾക്ക് ഛർദിയോട് ഛർദിയാ, തിന്നാൻ വയ്യ, എണീക്കാൻ വയ്യ, മസില് കയറുന്നു, ഉറക്കം വരുന്നില്ല, എന്തെല്ലാം പ്രയാസങ്ങൾ. ഇപ്പൊ വാപ്പാനെ പറ്റി എന്തേ? വാപ്പാനെ നോക്കണം എന്നുള്ള പറഞ്ഞു. പക്ഷെ വാപ്പാന്റെ ഒന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? വാപ്പ നമുക്ക് ചെയ്തിരുന്നത് മക്കൾ കാണുന്നുണ്ട്. വാപ്പയല്ലേ സ്ലേറ്റും പെൻസിലും ഒക്കെ, അതൊന്നും ഇപ്പൊ ഇല്ല, ആയിക്കോട്ടെ, നമ്മുടെ സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നത് വാപ്പയാണല്ലോ. അതൊക്കെ എനിക്ക് മേടിച്ചു തരുന്നത് വാപ്പയാണല്ലോ. സാധനം വാങ്ങിക്കാനുള്ള പൈസ തരുന്നത് വാപ്പയെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. വാപ്പ തർബിയത്ത് ചെയ്യുന്നുണ്ടോ, വാപ്പ നമുക്ക് എന്തോ നൽകുന്നുണ്ടോ എന്ന് കാണുന്നുണ്ട്. അപ്പൊ ഉമ്മ ചെയ്യുന്നത് നീ കാണും. നീ വിചാരിക്കും വാപ്പ കൊണ്ടുവരുന്നത് ഉമ്മ കുക്ക് ചെയ്ത് തരുന്നല്ലേ ഉള്ളൂ. ഉമ്മപ്പ എന്താ ചെയ്തത്? അത് ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു. നിന്റെ ഉമ്മ നിനക്ക് ചെയ്തത് നിനക്ക് ഓർമ്മയില്ലല്ലേ? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് മോനെ നിന്നെ ഗർഭം ചുമന്ന് പ്രസവിച്ചത് നിന്റെ ഉമ്മ. അതിനാ ഉമ്മാന്റെ കഥ പറഞ്ഞത്. വാപ്പാന്റെ നീ കാണുന്നുണ്ടല്ലോ. ഈ രണ്ട് വിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ട് അല്ലാഹു പഠിപ്പിക്കുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇങ്ങനെ ഞങ്ങൾ വളർത്തുന്ന മക്കൾ +2ന്റെ പ്രായമാകുമ്പോ, കോളേജിലേക്ക് പോകുന്ന പ്രായമാകുമ്പോ, ശരീരത്തിൽ ഒരൽപ്പം മസിലുകളും പേശികളൊക്കെ ഒന്ന് ബലിഷ്ഠമാകുന്ന നേരമാകുമ്പോൾ സ്വന്തം വാപ്പയെയോ ഉമ്മയെയോ തള്ളി പറഞ്ഞാൽ അത് സഹിക്കാൻ, ഇവിടെ കൊണ്ടുപോയി വെക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും. എവിടെയാണ് സങ്കടം വെക്കുക? എങ്ങനെയാ നമ്മളെ മക്കളെയൊക്കെ നോക്കുന്നത്? അവർക്ക് ചൂടെടുക്കുന്നുണ്ടോ? അവർക്ക് പറ്റിയ ഡ്രസ്സ്, എന്തെല്ലാം ചുരുക്കുള്ള ഡ്രസ്സുകൾ, എന്തെല്ലാം ആഭരണങ്ങള്. അവരേറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കണം, ഏറ്റവും നല്ല ഫുഡ് തിന്നണം, അവർക്ക് ഒന്നും കുഴപ്പം വരരുത്. യാ അല്ലാഹ്, കുട്ടികളെ ചൊല്ലിയിട്ടായിരിക്കും കുടുംബത്തിൽ കശപിശ വരെ ഉണ്ടാവുക. ജ്യേഷ്ഠനും അഞ്ചനും ഒരുമിച്ച് താമസിച്ചിട്ട് ജ്യേഷ്ഠനും അഞ്ചനും മക്കളുണ്ടായപ്പോഴേക്കും അടിച്ചു പിരിഞ്ഞിട്ടുണ്ടാവുക. കുട്ടികൾ ചൊല്ലിയിട്ട് യാ അല്ലാഹ്. അപ്പൊ വലിയ മനുഷ്യന്മാരായവർ അവിടെ ഉണ്ട്, അവർക്കൊന്നൊരു കുഴപ്പമില്ല. ഈ ജനിച്ചു വളർന്ന 2 കുട്ടികളുടെ കശപിശയെ ചൊല്ലി വലിയൊരു കുടുംബം തകർന്നു. എന്താ ഇതൊക്കെ? നിന്റെ മക്കളെ നീ നോക്കുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ നീ നോക്കിയ മക്കൾ നീ പറഞ്ഞത് കേൾക്കാതെ വരുമ്പോൾ നിനക്ക് വിഷമം തോന്നുന്നുണ്ടല്ലേ? സ്വാഭാവികമാണ്. റബ്ബന, തർബിയത്ത് ചെയ്യുന്ന പരിപാലിക്കുന്ന റബ്ബിനെ, ആ റബ്ബ് നിങ്ങളോട് ചോദിക്കുന്നതും ഇതാണ്, ലാ തസ്അൽനി റിസ്ഖ ഗദിൻ ഫഇന്നി ലം അസ്അൽക ഇബാദത ഗദിൻ. നാളത്തെ ഭക്ഷണം അത് ചോദിക്കണ്ട, ഇന്നത്തേത് ഞാൻ നിനക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് മനുഷ്യ. അല്ലാഹു പറയാം,
നിന്റെ ഭക്ഷണം ഇന്നത്തേത് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്, നാളത്തേത് ഇന്ന് വേണമെന്ന് ചോദിക്കല്ല. ചിലർക്ക് ഞാനങ്ങ് തന്നേക്കും, കൊല്ലങ്ങളോളം തിന്നാനാണ്, പക്ഷേ എനിക്ക് നാളത്തേത് ഇന്നെ വേണമെന്ന് നീ ചോദിക്കരുത്. എന്റെ നാളത്തെ ളുഹ്ർ മഗ്രിബ് ഇശാ ഒക്കെ ഇന്ന് നിസ്കരിക്കണം എന്നുള്ള പറഞ്ഞിട്ടില്ലല്ലോ, അത് നാളെ ആയുസ്സുണ്ടെങ്കിൽ നിസ്കരിച്ചാൽ മതി. അപ്പോ നാളത്തെ ഭക്ഷണം നാളെ ആവട്ടെ. നിന്റെ ഇന്ന് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് നിന്റെ റബ്ബ്. അപ്പോ അള്ളാഹുവിനോട് നീ എങ്ങനെ കടപ്പെട്ടിരിക്കുന്നു? നിന്റെ മക്കൾ നിന്നോട് കടപ്പാട് കാണിച്ചില്ലെങ്കിൽ, മാതാപിതാക്കൾ നമ്മളോട്, നമ്മുടെ മക്കൾ അവരുടെ വിധേയത്വം കാണിച്ചില്ലെങ്കിൽ എന്തൊരു വേദന, എന്തൊരു വിഷമം. ഉമ്മാക്ക് ഉറക്കല്ല, വാപ്പാക്ക് സമാധാനമില്ല. ഗൾഫിലൊക്കെ കഴിയുന്ന വാപ്പന്മാരുടെ അവസ്ഥ എന്താ? തീ തന്നെയാണ്. എന്തൊക്കെ നാട്ടിൽ നടക്കുന്ന കഥകൾ എന്നാണ്. റബ്ബനാ ചോദിക്കാൻ പറഞ്ഞു അല്ലാഹു, മക്കളെ ഭക്ഷണം കൊടുക്കുന്നതോ വസ്ത്രം കൊടുക്കുന്നതോ അല്ല നിങ്ങൾ ചെയ്യുന്ന തർബിയത്ത്. അതൊരു വേലക്കാരിക്ക് ചെയ്യാൻ പറ്റൂലേ? ഉമ്മയോട് ചോദിക്കുക, നിങ്ങൾ മക്കളെ വളർത്തിയോ? ഞാൻ വളർത്തി. എന്തേ നീ ചെയ്തത് മക്കളെ വളർത്താൻ? അല്ലാ, ഒരു ദിവസം 5 നേരം കുട്ടിക്ക് വേണ്ടെങ്കിലും വായിലേക്ക് തിരികെ കൊടുത്തിട്ട് തിന്നുമോനെ 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 എന്ന് പറഞ്ഞവനെ തീറ്റിച്ചിട്ടുണ്ട്. പിന്നെ അവന് വേണ്ട വസ്ത്രം കൊണ്ട് കുളിപ്പിച്ചിട്ടുണ്ട്, അവൻ ഒരുക്കിയിട്ടുണ്ട്, അവൻ ഉറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു നാനിക്ക് ചെയ്യാൻ പറ്റിയ സംഗതിയാണ്, ഒരു വേലക്കാരിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ സംഗതിയാണ് ഇതൊക്കെ. ഉമ്മ ചെയ്യേണ്ടത് എന്താണ്? വാപ്പ ചെയ്യേണ്ട തർബിയത്ത് എന്താ? മക്കളൊക്കെ കണ്ട് വളരെയാണ് ഇപ്പൊ. എന്താണ് ചെയ്യാ? കുഞ്ഞുണ്ടി മാഷൊക്കെ പറഞ്ഞ എന്താണ്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും എന്ന് പറഞ്ഞ മാതിരി നമ്മളങ്ങോട്ട് വളരെയാണ്. മക്കളങ്ങോട്ട് ഷവർമയും ബ്രോസ്റ്റൊക്കെ തിന്നിട്ടുണ്ട് വളരെയാണ്. നമ്മൾ മക്കളെ വളർത്തുന്നുണ്ടോ? ഇതാ വിഷയം. മക്കളെ വളർത്തിയിട്ടില്ലല്ലോ. 15 വയസ്സുവരെ യൗവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ്. 15 കൊല്ലം. ആനക്കുട്ടിക്ക് പോലും 15 കൊല്ലം അതിന്റെ ശൈശവമില്ലെന്നാണ്. ആനന്റെ കുട്ടിക്ക് 15 കൊല്ലം ആനക്കുട്ടിയല്ല, വലിയ ആന മനുഷ്യനായിട്ടുണ്ടെന്നാണ് അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ. മനുഷ്യനാണ് 15 കൊല്ലം വരെ കുട്ടിയാണെന്നും 15 വയസ്സ് കഴിഞ്ഞാൽ 15 കണക്കില്ല, പ്യൂബർട്ടി. ആൺകുട്ടികൾക്ക് അവരുടെ അഡൽട്ട്ഹുഡ്, തന്നിൽ നിന്നൊരു പ്രൊജിനി ജനിക്കാൻ ഇടമുള്ള തരത്തിലേക്ക് ശരീരം വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആണും പെണ്ണും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അവർ ഉത്തരവാദികളാണ്. ഇതാണ് പരിശുദ്ധ ഇസ്ലാം. ഉമ്മയോടും വാപ്പയോടും പറഞ്ഞ് 15 വർഷം വളർത്തണം, പഠിപ്പിക്കണം അവർക്ക്. 7 വർഷം കുട്ടികളുടെ കൂടെ കളിക്കണം എന്നാണ്. ആദ്യത്തെ 7 വർഷം വാപ്പ വലിയ സീരിയസ് ആയിട്ട് മീശയും ചുരുട്ടി നിൽക്കണ്ട, കുട്ടിയോടൊപ്പം എന്ത് ചെയ്യാ, ഒന്ന് ഫ്രണ്ട്ലി. ഇമാമുന അലി റളിയല്ലാഹു അൻഹു 7 കൊല്ലം കുട്ടിയുടെ ഒപ്പം കളിക്കണം എന്നാണ്. 7 വയസ്സാവുന്ന വരെ അവർക്ക് നുണ എന്ന് പറഞ്ഞ സംഗതി കുട്ടിക്ക് അറിയില്ല എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയാം. അവരങ്ങനെ പറയും, അത് നുണയാന്ന് തെറ്റാണെന്ന് ആലോചിച്ചിട്ടല്ല പറയണത്. അവർക്ക് അങ്ങനെ ഒരു എസ്കേപ്പ് ചെയ്യാനുള്ള വഴി ഉണ്ടാവും. 7 വയസ്സാകുന്നവരെ കുട്ടിയുടെ കൂടെ കളിച്ചോ. 7 മുതൽ 14 വയസ്സുവരെ അദബ് പഠിപ്പിക്കേണ്ട സമയമാണ്. എങ്ങനെയാ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം. മുതിർന്ന ആളുകളോട് വർത്തമാനം പറയുമ്പോ എന്തെങ്കിലും അവർ മിസ്റ്റേക്ക് ചെയ്താൽ അടുത്ത് വിളിച്ചിട്ട് മോനെ അങ്ങനെയല്ല കേട്ടോ പറയേണ്ടത്. കുട്ടികൾ അങ്ങനെയൊക്കെ പറയാം. കുട്ടികൾ ഭയങ്കര രസമല്ലേ, എന്തെല്ലാം കുരുത്തക്കേട് കാണിക്കുന്നു. നമ്മളൊക്കെ അന്തം വിട്ടു. കുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ അമ്മ അറിയത് നിങ്ങളെ സ്വഭാവമാണെന്നല്ലേ, വാപ്പ അറിയത് എന്റെ സ്വഭാവമാണ്. സംഗതി രണ്ടാമതുമാണെന്ന് പറയല്ലേ നല്ലത്. ആ രണ്ടാമത്തെ 7 മുതൽ 14 വയസ്സ് വരെയുള്ള കാലം അവർക്ക് നിങ്ങൾ അച്ചടക്കം പഠിപ്പിക്കണം. 14 മുതൽ 21 വയസ്സ് വരെ ആകുന്ന കാലം നിങ്ങളുടെ മക്കളുടെ നല്ല ഒരു കൂട്ടുകാരനായിട്ട് നിങ്ങൾ ജീവിക്കണം. അവരുടെ പ്രയാസങ്ങൾ അവർക്ക് പറയാനുള്ളത് തുറന്നു പറയാൻ പറ്റുന്ന ഒരാളായി ഉമ്മയോട്, പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികളോ ഉമ്മയോടോ വാപ്പയോടോ അവരുടെ പ്രശ്നങ്ങൾ, കൗമാരത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. തുറന്നു പറയാൻ പറ്റുന്ന അവസ്ഥയിൽ നിങ്ങളൊരു നല്ല ഉമ്മയും നല്ല വാപ്പയുമാകുക. പിന്നെ കയർ അവരുടെ തോളിൽ വിട്ടുകൊടുത്താൽ മതി. പിന്നെ നിന്റെ പണി തീർന്നു.
ഉലമാ പറയാ 15 വയസ്സ് കഴിഞ്ഞിട്ടും വഴിതെറ്റി പോകുന്ന മക്കളുണ്ട്. നന്നായിട്ട് പഠിപ്പിച്ചതാണ്, മദ്രസയിലൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചതാണ്, അന്നൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിയതാ, റബീഉൽ അവ്വലിന് കിട്ടിയ ക്ലാസിന്റെയും പ്ലേറ്റിന്റെയും കണക്കില്ല സമ്മാനങ്ങളെ. അങ്ങനെ പറയും, എന്റെ മോൻ എന്തൊരു ഉഷാറിൽ പഠിച്ച മോനാ, മദ്രസയിൽ 10, 15 അവനല്ലേ സർട്ടിഫിക്കറ്റ്, ജില്ലാതലത്തിൽ സ്റ്റേറ്റ് തലത്തിൽ, എനിക്ക് വയ്യ, ഇതൊക്കെ എന്താ ഇപ്പൊ ഈ മോന് പറ്റിയത്, ഇവൻ ഇങ്ങനെ ആയി പോകുന്നു ഞാൻ വിചാരിച്ചില്ലല്ലോ. അങ്ങനെ സംഭവിക്കുന്ന 15 വയസ്സുവരെ അച്ചടക്കം പഠിപ്പിച്ച ഒരു ഉമ്മക്കും വാപ്പക്കും 15 കഴിഞ്ഞിട്ട് വഴിതെറ്റി പോകുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ചോദ്യമില്ല അള്ളാന്റെ അടുത്ത്. എന്തേ? ഉമ്മാക്കും വാപ്പാക്കും ചെയ്യേണ്ട ബാധ്യത 15 വയസ്സ് വരെ. അത് നിങ്ങൾ ചെയ്തോ? ചെയ്തു. 15 കഴിഞ്ഞാൽ ഈ കിട്ടിയ തർബിയത്ത് ബോധിക്കുകയും ഇനി ഞാൻ ചെയ്യുന്ന പണിക്ക് ഉത്തരവാദി ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയേണ്ട കുട്ടിയാണിത്. ഹൈസ്കൂൾക്ക് എത്തിയിട്ടല്ലേ എന്നല്ല പറയണ്ട, അവർക്കൊക്കെ എന്തെല്ലാം തിരിയുന്ന മനസ്സിലാക്കിയത്. അങ്ങനത്തെ മക്കൾക്ക് ഞാൻ പറയുന്നതോ ചെയ്യുന്നതോ ടെക്സ്റ്റ് ചെയ്യുന്നതോ കോൾ ചെയ്യുന്നതോ ഇതൊക്കെ ഞാൻ ഉത്തരവാദിയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം നമ്മുടെ മക്കൾക്കായി കഴിഞ്ഞില്ലേ? അവിടുന്ന് അവരായിട്ട് വഴിതെറ്റുകയാണെങ്കിൽ മക്കൾ വഴിപിഴച്ചു പോയതിന്റെ കുറ്റം ഉമ്മാക്കും വാപ്പാക്കും ഇല്ല. എപ്പല്ല? നിങ്ങളെ പണി നിങ്ങൾ ചെയ്തിട്ടുണ്ട്, 15 വയസ്സ് വരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അതുവരെ അങ്ങനെ കൊടുത്ത് ഷവർമിൽ നിന്ന് നടന്നതാ കുട്ടികൾ. അങ്ങനെയാ വളർത്തിയത്. അഞ്ഞങ്ങാട്ട് കൂടെ നടക്കുക, നല്ല നല്ല ഫുഡ് എവിടെയുള്ളത് അതൊക്കെ തിന്നുക, അങ്ങനെ വളർന്നു. പിന്നെ വാപ്പ ഗൾഫിലെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ മക്കളൊക്കെ പിടുത്തം വിട്ടു പോയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ചോദ്യമുണ്ട്, അവിടെ അള്ളാന്റെ അടുത്ത് ചോദ്യമുണ്ട്, എന്തേ നിങ്ങൾ ചെയ്തില്ല? സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു മകൻ വഴിപിഴച്ചു പോയിട്ടുണ്ട്. കൻആൻ എന്ന പേര്, കൻആൻ വഴിപിഴച്ചു പോയ മകനാണ്. എന്ത് ചെയ്യാൻ പറ്റും? മുസ്ലിമനായിട്ടില്ല. അള്ളാന്റെ നബിയും മുർസലും അവ്വലുർ റസൂൽ എന്ന് പറയുന്ന നബിയാണ് നൂഹ് നബി അലൈഹിസ്സലാം. ഒരു മകൻ നന്നായിട്ടില്ല, എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിന്റെ ചില ഖലാഉകളും ഖദറുകളും ഇടപെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പലതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലോകത്ത്. അതുകൊണ്ട് മുഅ്മിനെ ചോദിച്ചു വാങ്ങിക്കോ, അള്ളാഹുവിനോട് ദുആ ചെയ്തോ. നീ എത്ര പഠിപ്പിച്ചിട്ടും എന്തെല്ലാം വഅല് പറഞ്ഞു കൊടുത്തിട്ടും ഒരുപക്ഷേ ഏതെങ്കിലും ഒരു സുഹൃത്ത് എന്തെങ്കിലും ഒരു സീഡിയോ ഒരു ക്ലിപ്പോ ഏതെങ്കിലും ഒരു ലിങ്കോ അയച്ചു കൊടുത്തതിന്റെ പേരിലാകാം 15 വർഷം നീ വളർത്തിക്കൊണ്ടുവന്ന സർവ്വ നന്മകളും തച്ചുടഞ്ഞു പോയിട്ടുള്ളത്. ദ്വാരക്കണം, അല്ലാഹുവേ റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളും രക്ഷിതാക്കൾ തന്നെ ഞങ്ങളുടെ മക്കൾക്ക് ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളുടെ ഭാര്യയിലും ഞങ്ങളുടെ മക്കളിലും നീ ഞങ്ങൾക്ക് തരണമേ ഖുർറത അയുനിൻ, കണ്ണിന്റെ കുളിർമ തരണേ അല്ലാഹ്, വജഅൽനാ ലിൽ മുത്തഖീന